ഫാമിലി, ഇറ്റ്സ് മീ ആമി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ പോയി നോക്കിയപ്പം ആ കാത്തിരുന്ന ആ സുലഭ നിമിഷമായി. അതായത് മീഷോന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ള 2 ഉടുപ്പുകൾ വന്നു. ഞാൻ മീഷോ ഡ്രസ് ഹോൾ ചെയ്തില്ല, ബിക്കോസ് ഫസ്റ്റ് എനിക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് പയ്യെ ഹോളൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് ചെറിയ എമൗണ്ട് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്നത് പൈസയാണല്ലോ. അപ്പം അധികം സമയം കളയാതെ അതിനകത്തേക്ക് പോവാം. അതായത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ്. അതപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഇട്ട് നോക്കാൻ പോകണം, ബിക്കോസ് എന്തായാലും അത് ഇടുമ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും കഴുകിയിട്ടൊക്കെ വേണം യൂസ് ചെയ്യാൻ. അപ്പം നമുക്ക് നോക്കാം, കാണിച്ചു തരാം. സോ ഇത് രണ്ടുമാണ് ഞാൻ വാങ്ങിച്ച 2 സാധനങ്ങൾ. ഇതൊരു കുർത്തി സെറ്റ്. ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇതിൻ്റെ എമൗണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എൻ്റെ എമൗണ്ട് എത്രയാണ്. പിന്നെ ഒരു ടോപ്പ് ആക്ച്വലി വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് രണ്ടും ഏകദേശം വൈറ്റ് ആൻഡ് പിങ്ക് ആണെന്ന്. അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം രണ്ടും, അല്ലേ? പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരുങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല, ജസ്റ്റ് ഇട്ട് നോക്കാൻ, അതായത് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇട്ട് നോക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഫിറ്റൊക്കെ കറക്റ്റ് ആണോ നോക്കാം. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുന്നത് ആദ്യം നമുക്കിത് ട്രൈ ചെയ്യാനാണ്. കാണാൻ ഭംഗിയുണ്ട്, പക്ഷെ ഞാൻ ലാർജാണ് കേട്ടോ എടുത്തത്. സിംഗിൾ നോട്ടത്തിൽ വലിയ കുഴപ്പമില്ല, പക്ഷെ മെറ്റീരിയൽ ഇസ് ഓക്കെ. അതായത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ, ഇട്ടിട്ട് കാണിച്ചു തരാം. പിന്നെയെന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ഫോട്ടോയിൽ ഒരു ഷോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഷോളൊന്നും വന്നില്ല. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ ട്രൈ ടു വെയർ ഇറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ഉടുപ്പ്. ആക്ച്വലി നല്ലതാണ്. അതായത് പാൻറ് കാണിച്ചു തരാൻ പറ്റില്ലല്ലേ, ഇതാണ് പാൻറ്. ദുപ്പട്ടയൊന്നുമില്ല, ഫിറ്റ് എല്ലാം കറക്റ്റാണ് കേട്ടോ, കറക്റ്റാണല്ലോ. സൂക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്ന പോലെ ഇത് ഒരു മീഷോ ഫൈൻഡിങ് ആണെന്നൊക്കെ തോന്നുമല്ലേ. സോ ടു ബി ഓണസ്റ്റ്, സി ഈ സാധനം കൊള്ളാം, വെരി വെരി ഗുഡാണ്. ആസ് ഇൻ ഞാൻ കൊടുത്ത പ്രൈസിന് ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള മെറ്റീരിയൽ ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇറ്റ് ഈസ് വെരി ഗുഡ്. പാൻറ്റും ഉണ്ട്, പിന്നെ ആ ഫോട്ടോയിൽ ഒരു ദുപ്പട്ടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ദുപ്പട്ട ഒന്നും വന്നില്ല. പക്ഷെ ഉള്ള സാധനം ഇസ് വെരി ഗുഡ്, വെരി നൈസ്, വെരി 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 നൈസ്. എനിക്കിതിൻ്റെ ഫിറ്റും കറക്റ്റാണ്, ഇതിൻ്റെ മെറ്റീരിയലും ഭയങ്കര കംഫർട്ടബിളാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ്. സി, നല്ല രസമുണ്ട്. ഇതെന്തെങ്കിലുമൊക്കെ ഇട്ട് ഒരുങ്ങുന്ന ഞാൻ കാണിച്ചു തരാം. അടുത്ത ടോപ്പിലേക്ക് പോട്ടാ. ഐ എം എക്സൈറ്റഡ്. ഇതിന് ഐ വിൽ ഡെഫിനറ്റ്ലി ഗിവ്. സി, ഞാൻ എന്ത് കാര്യം നോക്കും, എന്ത് കാര്യം വാങ്ങുമ്പോഴും ഒറ്റയ്ക്ക് ആ സാധനത്തിന് എത്ര വാല്യൂ കൊടുക്കാൻ പറ്റും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പേ ചെയ്ത പ്രൈസിന് എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആളാണ്. അപ്പം ഈ ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പേ ചെയ്ത പ്രൈസിന് ഡെഫിനറ്റ്ലി ഐ വിൽ ഗിവ് ഇറ്റ് 9 on 10. 9 വൈ? ബിക്കോസ് എനിക്ക് ദുപ്പട്ട അതിൻ്റെ കൂടെ കിട്ടിയില്ല. അപ്പോൾ സോ പ്രൈസ് 334. ഞാൻ മുമ്പ് അതിൻ്റെ ഇത് കാണിച്ചുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാണ്ടിരുന്നത്. 334 രൂപയ്ക്ക് ഒരിക്കലും എനിക്ക്, ഇത് റയോൺ മെറ്റീരിയൽ ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കറക്റ്റ് റയോൺ ആണോ എന്ന് എനിക്കറിയില്ല. 334 രൂപയ്ക്ക് റയോൺ മെറ്റീരിയൽ ഒരു ടോപ്പും ഒരു പാൻറ്റും എനിക്കിവിടെ നിന്ന് കിട്ടില്ല. ആൻഡ് വിത്ത് ദിസ് ക്വാളിറ്റി ആൻഡ് ഫിറ്റ് ഓൾസോ ഇസ് ഗുഡ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സി, നൂലൊക്കെ, അതായത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ എംബ്രോയിഡറിയുടെ അവിടെയൊക്കെ നൂലൊക്കെ ചെറിയ പാളിച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഇതിട്ടുകൊണ്ട് ഞാൻ എന്തായാലും ഭീകര പരിപാടികൾക്കൊന്നും പോകാൻ പോകുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദിസ് വർക്ക്സ് പെർഫെക്റ്റ്ലി ഫൈൻ. അടുത്തതിടാം. ഓക്കെ, അടുത്തൊരു ടോപ്പാണ്. ഇത് കാണാൻ നല്ല രസമുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു വാഷ് ചെയ്യുമ്പം മറ്റേ കളർ ഇളകുന്നെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇടുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇച്ചിരി ബിഗ് ആൻഡ് ലൂസ് ആയിരിക്കും. ഇതും ലാർജ് തന്നെ എടുത്ത് നോക്കാം. യെസ് ഗൈസ്, സോ ഇതാണ് ആ ടോപ്പ്.
ആക്ച്വലി ഫിറ്റ് എല്ലാം ഭയങ്കര ഗുഡാ. ഞാൻ മനസ്സിലായി. ഒരു മിനിറ്റ്. Only thing, it's nice. ആരും പറയില്ല ഇത് 300 രൂപയ്ക്ക് കിട്ടിയതാണ്. മറ്റേ ടോപ്പിനെ വെച്ച് നോക്കുമ്പം ഇത് കളർ ഇളകുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടുണ്ട്. കണ്ടിട്ടൊരു ചെറിയ, അതായത് നമ്മുടെ അമ്മ പറയും, ഞാൻ ചെറുതായിട്ട് നോക്കി നോക്കിയാൽ മനസ്സിലാവും ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ കളർ ഇളകില്ല എന്നുള്ള മനസ്സിലാവും. സോ ഇതാണ് ടോപ്പ് നമ്പർ 2. ഞാൻ 2 സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ, കാരണം എനിക്ക് അത്ര അങ്ങോട്ട് ധൈര്യം വന്നില്ലായിരുന്നു. അപ്പം ഇതാണെങ്കിലും അതാണെങ്കിലും രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ടു ബി ഓണസ്റ്റ്. ബിക്കോസ് ഞാനിപ്പോൾ എവിടെ പോയി വാങ്ങിച്ചാലും മിനിമം ഒരു നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുർത്തി സെറ്റ് ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ടോപ്പാണെങ്കിലും കിട്ടുക. പക്ഷെ ദിസ് റിയലി വർക്ക്സ്. നല്ല ഇത്. അപ്പോൾ മീഷോ എന്നെ പിന്നെയും എന്താ ഡിസപ്പോയിൻറ്റ് ചെയ്യാതെ ഞാൻ ഇനിയും മുമ്പോട്ടൊരു കട്ട മീഷോ ഫാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിന് ശേഷം ഞാൻ വാങ്ങാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ അമ്മ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. അമ്മ വാസ് ഓൾസോ സെയിങ്, ഒരു സാധനം എന്തോ വാങ്ങിച്ചത് ശരിയായില്ല, പക്ഷെ അപ്പം തന്നെ ഇമ്മീഡിയറ്റ്ലി അമ്മയ്ക്ക് റീഫണ്ട് കിട്ടി, റീപ്ലേസ്മെൻറ്റ് ആൾ വന്നെടുത്തുകൊണ്ട് പോയി എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം നമ്മൾ എന്ത് സാധനമാണെങ്കിലും അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പം മീഷോൻ്റെ പലർക്കും ഈ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് വന്നിട്ടുള്ളതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രോബബ്ലി പ്രോപ്പറായിട്ട് റിവ്യൂസ് നോക്കിയിട്ട് ചിലപ്പോൾ റിവ്യൂ നോക്കി ചെയ്താൽ, ഇപ്പം എനിക്ക് ഈ ഡ്രസ്സിൻ്റെ കൂടെ ഷോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല, പക്ഷേ അത് എനിക്ക് റിസീവ് ആയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടില്ല. ചിലപ്പോൾ റിവ്യൂസ് നോക്കി ചെയ്യുമ്പോഴും അങ്ങനത്തെ ഒരു പണി കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് അത് വേർത്താണോ എന്നുള്ളത് മാത്രമാണ് ഞാൻ എപ്പോഴും നോക്കാറ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾ അത്ര ഡിസപ്പോയിൻറ്റഡ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സെൻഡ് ഇറ്റ് ബാക്ക്. കാരണം ആഫ്റ്റർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ, അതും ഇങ്ങനത്തെ ഒരു ചീപ്പായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് 100% ഉറപ്പോട് കൂടെ ഒന്നും വാങ്ങാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അപ്പോൾ എന്തായാലും എൻ്റെ ഫസ്റ്റ് രണ്ട് ഉടുപ്പുകൾ ഫ്രം മീഷോയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി ഡ്രസ്സ് ഞാൻ ഇവിടെ എന്തായാലും വാങ്ങുന്നതായിരിക്കും. ആൻഡ് ഐ കീപ് അപ്ഡേറ്റിംഗ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. Lots and lots and lots of love. It's me, Ami, signing off. Don't forget to subscribe and follow my channel. ഇനി ഞാൻ പോയി കുളിക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ട്.